അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഖമില്ലാതെ കിടക്കുന്ന തൻ്റെ ഉമ്മയെ പരിചരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റാത്തതിലുള്ള സങ്കടവും വേദനയും തൻ്റെ ഉള്ളിലുണ്ട്. ഒരിക്കൽ ഉമ്മയോട് സമ്മതം ചോദിക്കുകയാണ്. ഞാനൊന്ന് മദീനയിൽ പോയി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുവരട്ടെയോ? ഉമ്മ സമയം പരിമിതി പറഞ്ഞു. അങ്ങനെ ആഹ്ലാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തിരമാലയിൽ ഇങ്ങനെ മദീനത്തേക്ക് യാത്രയായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടുമുറ്റത്ത് വന്നു ചേർന്നു. കതകിൽ മുട്ടി. ഉള്ളിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാ? ഉവൈസ് ഖർനില്ലെന്ന്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, തങ്ങളില്ലേ ഇവിടെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, ഇല്ല, എവിടേക്കാ പോയത് എന്നറിയില്ല. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, എപ്പോൾ വരും? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അറിയില്ല. അത് കേട്ടപ്പോൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ കഴിയാത്ത സങ്കടം കൊണ്ട് ബോധരഹിതനായി വീണുപോയി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു ബോധം തെളിഞ്ഞു. വീണ്ടും ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ബോധരഹിതനായി വീണു. ഇങ്ങനെ 2 or 3 പ്രാവശ്യം സംഭവിച്ചു. പിന്നെ ബോധം തെളിഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞ സമയം അടുത്തു വന്നു. പിന്നെ അവിടെ നിന്നില്ല, വീട്ടിലേക്ക് മടങ്ങി ഹൃദയവേദനയോട്. ഈ ഒരു അവസ്ഥ എങ്ങനെ താങ്ങാൻ കഴിയും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടുമുറ്റത്ത് എത്തിയിട്ട് തങ്ങളെ കാണാൻ പറ്റാതെ പോരേണ്ടി വന്ന സ്നേഹത്തിൻ്റെ കടുപ്പമാണ് ബോധം പോയത്. ഇടയ്ക്ക് ഖറൻ എന്ന അങ്ങാടിയിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പോകും. കച്ചവടക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങളിൽ ആരെങ്കിലും മദീനക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ അവർ പറയും, ഞങ്ങൾ മദീനക്കാരാ എന്ന് പറയേണ്ട താമസം ആ സ്വഹാബത്തിനെ കെട്ടിപ്പിടിക്കുകയും കൺതടത്തിൽ ചുംബനം കൊടുക്കുകയും എന്നെപ്പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്ന് പറയണേ എന്ന് പറയും. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയും. അപ്പോൾ അവരെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഉവൈസ് എന്നിൽ ചേരും, സ്വർഗത്തിൽ എൻ്റെ കൂട്ടാവും. ഇതിലും വലിയ ഭാഗ്യം ഇനി എവിടുന്ന് കിട്ടാൻ? അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.